പസഫിക് സമുദ്രത്തിലേക്ക് കാൽ തൊടുകയാണ് ഗ്രേസ് പേടകം. അതാണ് പസഫിക് സമുദ്രത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കടലൊക്കെ ശാന്തമായി തന്നെ നിൽക്കുന്നു. കാലാവസ്ഥ തൊട്ടില്ല എന്ന മട്ടിൽ വിനിത റിക്കവറി ഷിപ്പിൽ നിന്നുള്ള വെളിച്ചം നമുക്ക് കാണാം. തൊട്ടില്ല എന്ന മട്ടിൽ ദാ വന്നിറങ്ങുകയാണ്. അതെ, ആക്സിയം 4 ദൗത്യം വിജയകരം. സുജയ, ശുഭാംശു സംഘവും ഇതാ എത്തിയിരിക്കുന്നു. സ്പ്ലാഷ് ഡൗൺ ചെയ്യുകയാണ്. അവരെ കാത്തതാ റിക്കവറി കപ്പലും കാത്തിരിക്കുന്നു. പേടകം ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പേടകം സമുദ്രത്തിൽ ഇറങ്ങിയിരിക്കുന്നു. സ്പ്ലാഷ് ഡൗൺ ഇതാ പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. നോക്കൂ, പതിച്ചു കഴിഞ്ഞു, സുരക്ഷിതമായി തന്നെ കടലിൽ പതിച്ചു കഴിഞ്ഞു. പേടകം ആക്സിയം 4 ദൗത്യത്തിന്റെ അന്തിമഘട്ടവും പൂർത്തിയാക്കി കഴിഞ്ഞു. ഇതാ റെസ്ക്യൂ ബോട്ടുകൾ അതിനടുത്തേക്ക് നീങ്ങുകയാണ്. വളരെ സുരക്ഷിതമായി അവരെ തിരിച്ചിറക്കുക എന്നത് മാത്രമേ ഇനിയുള്ളൂ. ശുഭാംശുവിന്റെ പുഞ്ചിരി കാത്തിരിക്കുകയാണ് നമ്മൾ. സുനിത വില്യംസിന്റെ പുഞ്ചിരി കണ്ടതുപോലെ തന്നെ ശുഭാംശുവിന്റെ പുഞ്ചിരിക്കായി കാത്തിരിക്കുന്നു. സ്പ്ലാഷ് ഡൗൺ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി നമുക്കറിയേണ്ടത് ആക്സിയം 4 ദൗത്യ സംഘത്തിന് എന്താണ് പറയാനുള്ളതെന്നാണ്. അവരെ ഏതാനും ദിവസം നിരീക്ഷണത്തിലായിരിക്കും. 7 ദിവസമാണ് പറയുന്നത്. അതെ, 7 ദിവസം നിരീക്ഷണത്തിലായിരിക്കും. കാരണം ബഹിരാകാശവുമായി അവരുടെ ആരോഗ്യനില പൊരുത്തപ്പെടേണ്ടതുണ്ട്. നാട്ടിലെത്തിയതിനു ശേഷം അവരുടെ ആരോഗ്യസ്ഥിതി പൊരുത്തപ്പെടേണ്ടതുണ്ട്. കാലുകൾ ചിലപ്പോൾ നിലത്തുറപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ഭാരം കുറഞ്ഞ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് പസഫിക് സമുദ്രത്തിൽ ഏതായാലും പുതുതല്ല വിനീത. നേരത്തെയും നിരവധി ബഹിരാകാശ പേടകങ്ങൾ പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്തിട്ടുണ്ട്.